നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കാനഡ അമേരിക്ക ബോർഡർ ക്രോസിംഗ് ട്രക്കിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. ചാർജർ കമ്പനിയുടെ ഫ്രൈറ്റ്ലൈനർ കാസ്കേഡിയ എന്ന ട്രക്കാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ട്രക്ക്. എൻ്റെ ഡ്യൂട്ടി ട്രക്കിന്റെ ചെറിയൊരു ഇൻട്രോ ആണ് ഈ വീഡിയോയിൽ. ട്രക്കിന്റെ പുറകുവശത്തായി ലെഫ്റ്റും റൈറ്റും ഫ്യൂൽ ടാങ്കുകൾ കാണാം. ഈ ഹോസുകൾ എന്നത് ട്രെയിലറിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ ലൈൻസ് ആണ്. ആ ബ്ലാക്ക് ബോക്സ് ഇന്റീരിയർ കംഫർട്ടിനായി ഉള്ള ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റ് ആണ്. മൾട്ടി ആക്സിൽ ആണ് ഈ ട്രക്കിന് വരുന്നത്. 2 ആക്സിലേക്കും പവർ സപ്ലൈ ഉണ്ട്. ആ നടുക്ക് കാണുന്ന ഒരു വീൽ പോലത്തെ ഷേപ്പിലുള്ളതാണ് 5th വീൽ എന്നറിയപ്പെടുന്നത്. ട്രെയിലർ ഈ ട്രക്കിനോട് ഘടിപ്പിക്കുന്നത് ഈ 5th വീൽ ഉപയോഗിച്ചാണ്. പുറകിലെ 2 ആക്സിലിനും എയർ ബാഗ് അഥവാ എയർ സസ്പെൻഷൻ ഉണ്ടെങ്കിലും അമേരിക്കൻ ട്രക്കുകളുടെ ഫ്രണ്ട് സസ്പെൻഷൻ ഇപ്പോഴും പഴയ ലീഫ് ഷോക്ക് അബ്സോർബർ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം ട്രക്കുകളിൽ വന്ന ഈ ഡിസ്ക് ബ്രേക്ക് സംവിധാനം ഫ്രണ്ട് വീലുകളിൽ. ട്രക്കിന്റെ അകത്തോട്ട് നോക്കാം. ഇന്റീരിയർ കെയർ വാൻ സ്റ്റെപ്പുകളും ഗ്രാബ് റെയിലും ഒക്കെ ഉണ്ട്. ഓറഞ്ച് ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. ഫ്രൈറ്റ് ലൈനർ എന്ന ബാഡ്ജോട് കൂടിയ സ്റ്റിയറിംഗ് ആണ് ഉള്ളത്. എന്ത് അട്രാക്റ്റീവ് ഡാഷ്ബോർഡ് അല്ലെ. പെഡലുകൾ, ബ്രേക്കും ആക്സിലേറ്ററുമാണ് ഉള്ളത്. കാരണം ഇത് ഓട്ടോമാറ്റിക് ട്രക്കാണ്. സ്റ്റിയറിംഗ് നമുക്കിങ്ങനെ ഇവിടെ ഒരു ലിവറിന്റെ സഹായത്തോടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റബിൾ ആണ്. ലൈറ്റ്, ഓഡിയോ കൺട്രോളുകൾ സ്റ്റിയറിംഗിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോട്ടുള്ള ഫോൺ കോൾ എടുക്കാനും കട്ട് ചെയ്യാനുമുള്ള സ്വിച്ചുകളും ഉണ്ട്. ഈ കാണുന്ന വള്ളി എയർ ഹോൺ ആണ്. ഈ കാണുന്ന ടാബ്ലറ്റ് കമ്പനി നമ്മുടെ ഡ്യൂട്ടി സ്റ്റാറ്റസ് റെക്കോർഡ് ചെയ്യാനായി ട്രക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ റൗണ്ട് ഗേജസ് എയർ പ്രഷർ ഗേജസ് ആണ്. കെൻവുഡിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ട്രക്കിൽ വരുന്നത്. ഒരു സെറ്റ് ഓഫ് സ്വിച്ചുകൾ കാണാം അല്ലെ. ഈ ആദ്യത്തെ 4 സ്വിച്ചുകളും വേരിയസ് ക്യാബിൻ ലൈറ്റുകളാണ്. നടുക്കത്തേത് ഹസാർഡ് സ്വിച്ചും പുറകിലെ ലൈറ്റും പിന്നെ ലൈറ്റ് ചെക്ക്, എല്ലാ ലൈറ്റ്സും ചെക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ച് തന്നെ ഡെഡിക്കേറ്റഡ് ആയി കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്വിച്ചുകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ട്രെയിലർ കണക്ട് ചെയ്യുന്ന 5th വീല് അപ്പ് ആൻഡ് ഡൗൺ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് നീക്കുന്ന സ്വിച്ചുകളാണ്. പിന്നെ ഈ കാണുന്നത് AC എയർ കണ്ടീഷൻ കൺട്രോൾ സ്വിച്ചുകളാണ്. പുറകിലേക്ക് നോക്കുമ്പോൾ 2 സ്ലീപ്പർ ബങ്കുകളാണ് ഉള്ളത്. ഒരു ചെറിയ റൂം തന്നെ അല്ലെ. വേരിയസ് സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഫ്രിഡ്ജ് ഇൻബിൽറ്റ് ആയി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീസർ കാണാം. സ്ലീപ്പർ ബങ്കിന്റെ ലൈറ്റും എയർ കണ്ടീഷൻ സ്വിച്ചുകളും നോബുകളും പാനലിൽ ഉള്ളത്. നമ്മുടെ വീട്ടിലെ പോലെ ഡയറക്റ്റ് ആയി പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാനായി സാധിക്കും. റീഡിംഗ് ലൈറ്റുകളും ഉണ്ട്. സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡ് സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും വൈപ്പർ കൺട്രോൾസും ആണ്. ഹെഡ്ലൈറ്റ് സ്വിച്ചുകൾ സെപ്പറേറ്റ് ആയി താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പാർക്കിംഗ് ലൈറ്റും ഫോഗ് ലാമ്പുമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫുൾ ഹെഡ്ലൈറ്റും. പിന്നെ ഈ A എന്നത് ഓട്ടോമാറ്റിക് സെറ്റിംഗ്സ് ആണ്. ആംബിയൻ ലൈറ്റ് സെൻസേഴ്സ് ഉപയോഗിച്ച് മനസ്സിലാക്കി ട്രക്കിന്റെ ലൈറ്റുകൾ, ഹെഡ്ലൈറ്റ്സ് തന്നെ ഓൺ ആൻഡ് ഓഫ് ആകും. റൈറ്റ് സൈഡ് സ്റ്റോക്ക് എന്നത് ട്രാൻസ്മിഷൻ കൺട്രോളും എഞ്ചിൻ ബ്രേക്ക് സെറ്റിംഗ്സുമാണ്. ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് റിവേഴ്സ്. ഇതാണ് എഞ്ചിൻ ബ്രേക്കിന്റെ സിമ്പിൾ. ലെവൽ 1, 2, 3 ആയി സെറ്റ് ചെയ്യാം. ഫുഡ് ബ്രേക്ക് ഉപയോഗിക്കാതെ തന്നെ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് വഴി ബ്രേക്ക് ഫെയ്ഡും തേയ്മാനവും കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാനുവലായി വേണ്ട ഗിയർ, അതായത് ഏറ്റവും ടോർക്ക് തരുന്ന ഗിയറിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഈ യെല്ലോ നോബ് ട്രക്കിന്റെ എയർ ബ്രേക്കും റെഡ് നോബ് ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈ വാൽവുകളും കൺട്രോൾ ചെയ്യുന്നു. കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോങ് നോസ് ട്രക്കുകളുടെ ബോണറ്റ് അഥവാ ഹൂഡ് മുന്നോട്ടാണ് തുറക്കുക. ഈ ബാർ ഡിയർ ഗാർഡ് എന്നാണ് വിളിക്കുന്നത്. മാനും മറ്റ് ചെറിയ മൃഗങ്ങളും ട്രക്കിന് വട്ടം വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നോർത്തേൺ കാനഡയിൽ പോകുന്ന ട്രക്കുകളിൽ കുറച്ചും കൂടി വലിയ ബാർ മൂസ് ബമ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാട്ടുപോത്തും മറ്റു വലിയ വന്യജീവികളും ട്രക്കിന്റെ മുന്നിൽ വന്ന് തട്ടിയാൽ എഞ്ചിൻ കമ്പോണൻസിന് ഡാമേജ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂസ് ബമ്പർ അഥവാ മൂസ് ഗാർഡ് വെച്ചിരിക്കുന്നത്. ട്രക്കിന്റെ എഞ്ചിൻ ബേ നോക്കാം. ഹെവി ഡ്യൂട്ടി 13 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇവന്റെ ഹൃദയം. 550 ഹോഴ്സ് പവർ മേക്ക് ചെയ്യുന്ന അമേരിക്കയുടെ അഭിമാനം എന്നറിയപ്പെടുന്ന ഡിട്രോയിറ്റ് എഞ്ചിനുകൾ, അതായത് ഫുള്ളി നോർത്ത് അമേരിക്കയിൽ സോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന എഞ്ചിനാണിത്. ബേസിക് കമ്പോണൻസ് ഒന്ന് പറഞ്ഞു വിടാം. സ്റ്റിയറിംഗ് ലിങ്കേജ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, വാട്ടർ ഹോസുകൾ, കൂളൻ ടാങ്ക്, റേഡിയേറ്റർ, നേരത്തെ പറഞ്ഞ യെല്ലോ റെഡ് നോബ് എയർ വാൽവുകൾ. എഞ്ചിൻ ബേയുടെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡും ടർബോ ചാർജറും കാണാം. ഡിസ്ക് ബ്രേക്കുകൾ കാണാം. കാറുകളിലേതുപോലെ ഫ്ലൂയിഡ് അല്ല, എയർ ആണ് പവർ സപ്ലൈ ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്കുകളിലേക്ക്. ഫ്രണ്ട് ലീഫ് സസ്പെൻഷൻ ആൻഡ് ഷോക്ക് അബ്സോർബർ യൂണിറ്റ് ആണിത്. ട്രക്കിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസ് കാണുവാൻ കമൻറ്റ് ചെയ്യൂ. താങ്ക്